Hi guys, it's me, Dimalu Banker. So in this video, we will be discussing about my English strategy for bank exams. അപ്പോൾ എല്ലാവരുടെയും ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇംഗ്ലീഷ് സെക്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു ആസ്പിരൻറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇൻക്ലൂഡിങ് മീ ഓൾസോ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരാൻ ചാൻസസ് കൂടുതലുള്ള ഏരിയയും ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും. ഇംഗ്ലീഷ് ഒരു കാര്യത്തിൽ തന്നെ നമ്മളുടെ മാർക്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്സിനെ ഡിക്രീസ് ചെയ്യാനും ഒരുപോലെ ഒരു റോൾ പ്ലേ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ നമ്പർ ഓഫ് എറേഴ്സിനെ കുറയ്ക്കാം, നെഗറ്റീവ് മാർക്കിങ്സ് എങ്ങനെ കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ നിങ്ങൾക്ക് ധാരാളം PDFs അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. സോ ഞാനിത് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന് മുൻപത്തെ ഈ സ്ട്രാറ്റജി വീഡിയോസിലും ഇംഗ്ലീഷ് സ്ട്രാറ്റജി വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്. സോ നമ്മൾക്ക് ഒരു മാത്സ് ഒക്കെ ആണെങ്കിൽ തിയറി പഠിക്കുക, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, അത് മാത്സ് ഒരു സബ്ജക്റ്റാണ്, നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. ബട്ട് ഇംഗ്ലീഷിൻ്റെ കേസിൽ ഒരു ലാംഗ്വേജ് ആകുമ്പോൾ നമ്മൾ അതിനെ റിപ്പീറ്റായിട്ട് അതിൽ സംസാരിച്ച് അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ആ ഒരു നിങ്ങളുടെ ഫിയർ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ഇംഗ്ലീഷിലെ മാർക്സ് കുറയുന്നതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ. സോ ഇംഗ്ലീഷിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാസേജ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, നമ്മളുടെ മദർ ടങ്ങിലോട്ട് അതിന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതായത് ഇപ്പോൾ നമ്മൾ മലയാളീസാണ്. സോ മലയാളത്തിൽ അതായത് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരു RCs ഒക്കെ നമുക്ക് വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും. ആ RC ഒക്കെ വായിച്ച് അതിൻ്റെ ആ ഒരു ഐഡിയ മനസ്സിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു എറർ ഡിറ്റക്ഷൻ്റെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു എറർ ഏത് ഭാഗത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ബുക്കോ, അതല്ല എങ്കിൽ ആദ്യം ഒരു ബിഗിനർ സ്റ്റേജിലാണെങ്കിൽ ഒരു സ്റ്റോറി ബുക്കോ, അതല്ല എങ്കിൽ അതുപോലുള്ള കുഞ്ഞ് ആർട്ടിക്കിൾസൊക്കെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. ദെൻ ഒരു മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾ കാണും, അവർക്കൊക്കെയും എന്താണ് ചിലപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അങ്ങനെ തന്നെ ഇംഗ്ലീഷിനെ വലിയ ഒരു ഭയമായിട്ട് അവർക്ക് മനസ്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിനെ വായിച്ച് നോക്കുക. എവിടെ ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടുവാണെങ്കിൽ പോലും ആ ഒരു ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മാത്രമേ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. സോ അതിന് ഫസ്റ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റീഡിംഗ് ആണ്. ഓക്കെ, റീഡിങ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിയിൽ നിങ്ങൾക്ക് പരിധി വരെ നിങ്ങളുടെ മാർക്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കും, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റീഡിങ് ചെയ്യുക എന്ന്. ദെൻ നിങ്ങൾ ആ ഒരു വായനാശീലം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെൻറ്റൻസ് അതെന്താണ് ആ ഒരു പാരഗ്രാഫ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാനും അതുപോലെ തന്നെ അത് എക്സാമിനാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു റീഡിങ് എബിലിറ്റിയാണ്. ഒരു പർട്ടിക്കുലർ പാസേജ് വായിക്കുമ്പോൾ അതിൽ എറർ ഉണ്ട് എന്ന് ആ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം, എന്നാലല്ലേ ഉള്ളൂ എവിടാണ് എറർ എന്ന് മനസ്സിലാവുകയുള്ളൂ. സോ ആ ഒരു എററിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ഒരു റീഡിങ് ഹാബിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക, റീഡിങ് ചെയ്യുക. ആൻഡ് എൻ്റെ കയ്യിൽ ഞാനൊരു ബുക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത ടൈമിൽ തന്നെ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക്. ഇത് എന്താണ് മീഷോയിൽ 80 റുപ്പീസ് അടുത്ത് വെച്ച് എനിക്ക് ഓഫറിൽ കിട്ടിയതായിരുന്നു.
ആൻഡ് ഇതുപോലത്തെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ ഒരു ഡെയിലി ബേസിസിൽ ഒരു 1 പേജ് അല്ലെങ്കിൽ ഒരു 2-3 പേജസ് വെച്ച് വായിക്കുകയാണെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്. സോ അങ്ങനെ വായിക്കുകയാണെങ്കിൽ എന്താണ് മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യാനും അത് പോസിറ്റീവായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് റീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഇതല്ലാണ്ട് വേറെ PDF ഒക്കെ ഞാൻ ടെലഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PDF ആയിട്ട് വേണ്ടവർക്ക് അതും വേണമെങ്കിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ വേറെ പോളിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ഫാക്ട്സ് മാത്രമാണ് പറയുന്നത്. ആൻഡ് എനിക്ക് RRB PO മെയിൻസിന് 30 മാർക്സ് ഇംഗ്ലീഷിനുണ്ടായിരുന്നു. സോ ഒരു മെയിൻസ് എഴുതുന്ന ഒരു വ്യക്തിക്ക് അറിയാം അത്രയും മാർക്സ് കിട്ടുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങളിത് എഫക്റ്റീവായിട്ട് ഫോളോ ചെയ്യുക. മീൻസ് നിങ്ങൾക്കത് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ദെൻ മെയിനായിട്ട് വേണ്ടത് റീഡിങ് തന്നെയാണ്. ഇതുപോലൊരു ബുക്കോ അതല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു 2-3 പേജസ് ഡെയിലി വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എറർ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ വരുമ്പോൾ അത് ആ ഒരു സെൻറ്റൻസ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. അതിലൊരു വേർഡ് നിങ്ങൾക്കൊരു മനസ്സിലാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഡിക്ഷണറി എടുത്ത് ആ ഒരു വേർഡിൻ്റെ മീനിങ് അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 50% എബോവ് തന്നെ എന്താണ് ആ ഒരു ഇംഗ്ലീഷിനുള്ള ഫിയർ മാറി കിട്ടുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് എഡിറ്റോറിയൽസ്. നമ്മൾക്ക് എക്സാംസിന് വരുന്ന ഒരു എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് എല്ലാ മെൻറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ് എഡിറ്റോറിയൽ റീഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളൊരു 1 വീക്ക് ഇതുപോലുള്ളൊരു ഷോർട്ട് സ്റ്റോറി ബുക്സോ ഒക്കെ റീഡ് ചെയ്തതിന് ശേഷം എഡിറ്റോറിയലിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. ദെൻ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, സെൽഫായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ റീഡ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർ നമ്മളുടെ എഫേർട്ടൊന്നും അതിലോട്ട് വരുന്നില്ല. ടീച്ചർ തന്നെ ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ടീച്ചർ തന്നെ ആൻസർ പറയുന്നു, അവർ തന്നെ പാസേജ് വായിക്കുന്നു, മീനിങ് പറയുന്നു. അപ്പോൾ നമ്മളുടെ എഫേർട്ട് അതിൽ ഒന്നും വരികയില്ല. ദെൻ അതുകൊണ്ട് തന്നെ സെൽഫായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആദ്യമൊക്കെ നിമിഷ ബൻസൽ മാമിൻ്റെ എഡിറ്റോറിയൽ ക്ലാസ്സസ് ഫോളോ ചെയ്തിട്ടുണ്ട്. അന്ന് എന്താണ് ഒരു ബിഗിനർ സ്റ്റേജിൽ അതെനിക്ക് അന്ന് വേണമായിരുന്നു ആ ഒരു സപ്പോർട്ട്. ബട്ട് ഇപ്പോൾ അങ്ങനെ അല്ല, സെൽഫായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനർ സ്റ്റേജിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 to 2 വീക്സ് നിമിഷ മാമിൻ്റെ ക്ലാസ് ഡെയിലി ഫോളോ ചെയ്ത് വരിക. ദെൻ അത് കഴിഞ്ഞിട്ട് സെൽഫായിട്ട് റീഡ് ചെയ്യുക. സെൽഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മളുടെ എക്സാമിന് വരുന്നതാണ് പാരാജമ്പിൾസ്, അതുപോലെ തന്നെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനൊക്കെ എന്ത് ചെയ്യുക, കൂടുതലും ഒത്തിരി വീഡിയോ സോഴ്സസിലോട്ട് പോകാതെ ഒത്തിരി വീഡിയോ ക്ലാസ്സസ് കണ്ട് സമയം കളയാൻ നമ്മൾക്കില്ല. കാരണം ക്വാൺസനും റീസണിങ്ങും ഓൾറെഡി വീഡിയോ സോഴ്സസിൻ്റെ ഹെൽപ്പോട് കൂടിയേ പഠിക്കാൻ പറ്റുകയുള്ളൂ. സോ ഇംഗ്ലീഷിനും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ സെൽഫ് പ്രാക്ടീസിന് വേറെ ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു അത്യാവശ്യം പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിൽ കൂടുതലും സെക്ഷണൽ മോക്സും ക്വിസസും ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ SBI POയുടെ ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ SBI PO ബേസ്ഡ് ആയിട്ടുള്ള സെക്ഷണൽസും അതല്ല എങ്കിൽ എന്താണ് വേറെ ഒരു ക്ലറിക്കൽ ലെവലിലെ സെക്ഷണൽസിൽ നിന്ന് തുടങ്ങിയാലും മതി, കുഴപ്പമില്ല. എന്നാലും കൂടുതലും സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ദെൻ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ള സ്പെസിഫിക് ടോപ്പിക്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസിനെ ഡിപ്പെൻഡ് ചെയ്യാം. എന്നാലും ഒരു പരിധിയിൽ കൂടുതൽ യൂട്യൂബ് ക്ലാസ്സസിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ദെൻ ഞാൻ ഫോളോ ചെയ്യുന്ന 2 ടീച്ചേഴ്സാണ്. ഒന്ന് നിമിഷ ബൻസൽ മാമും ദെൻ വിശാൽ പരിഹാർ സാറും. ഇവരുടെ രണ്ടുപേരെയും ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്ന ക്ലാസ്സസ് ആണ്. ദെൻ വൊക്കാബ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലേ. ദെൻ എന്താണ് വൊക്കാബ് ഡെയിലി എഴുതി അത് പിന്നെ റിവൈസ് ചെയ്ത് അത് എനിക്ക് അത്ര പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് പൊതുവേ ടൈം വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അത്രയും വൊക്കാബിനും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. സോ അതുകൊണ്ട് ഞാൻ എഴുതിയൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറില്ല. വൊക്കാബൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. സോ അതിൽ എത്രത്തോളം വൊക്കാബ് പഠിച്ചാലും നമ്മൾ പഠിക്കുന്നത് തന്നെ എക്സാമിന് വരണം എന്ന് ഇല്ല.
സോ അത്രയും ടൈം ഉണ്ടെങ്കിൽ ഓക്കെ, ടൈം ഇല്ല എങ്കിൽ നിങ്ങൾ അതിലോട്ടൊന്നും പോവാതെ റീഡ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്ന സെൻറ്റൻസ് എന്താണോ ഒരു വേർഡ് എന്താണോ ആ വേർഡിനെ എന്ത് ചെയ്യുക, ഡിക്ഷണറീസ് വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുള്ളത്. ഡെയിലി സെക്ഷണൽസ് ചെയ്യുക. സെക്ഷണൽസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ക്വിസസ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫ്രീ ക്വിസസിൽ കൂടുതലും നിങ്ങൾ എന്ത് ചെയ്യുക, RCs പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാൻ ടൈം കിട്ടിയില്ല എങ്കിൽ പോലും RCs കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ മെയിൻസിനും കൂടെ ഒരു പ്രാധാന്യം നമുക്ക് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രീ RCയും ഒരു മെയിൻസ് RCയും ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ വേറെയും ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ഓക്കെ, അത് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.